വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സർക്കാർ വീട് നിർമ്മിച്ചു നൽകുന്നതിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിലായി. വീട് നിർമ്മാണത്തിൽ അഴിമതി നടന്നതിന് തെളിവുകൾ ഹാജരാക്കാതെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉണ്ടയില്ലാ വെടി. യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകൾ എപ്പോൾ പൂർത്തിയാക്കുമെന്ന ചോദ്യത്തിന് മറുപടി പറയാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. 8 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്താൽ മതി എന്നല്ല, 30 ലക്ഷം രൂപ ഇപ്പം സർക്കാർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? അങ്ങ് പറയൂ. അല്ല ഇപ്പം സർക്കാർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല സർക്കാർ എത്രയാണ് വെച്ച് അല്ല സർക്കാർ ഇപ്പോൾ എത്ര രൂപയാണ് പറഞ്ഞേക്കുന്നത്? അങ്ങ് പറയൂ. അങ്ങ് പറയൂ. അപ്പം ആ രൂപയ്ക്കുള്ള സർക്കാർ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ 30 ലക്ഷമാണെങ്കിൽ 30 ലക്ഷം, 20 ലക്ഷമാണെങ്കിൽ 20 ലക്ഷം, അതിനുള്ള വീടുണ്ടോ ഇല്ലയോ എന്ന് അല്ല, നമ്മൾ നാട്ടിൽ വീടൊക്കെ വെക്കുന്ന ആളാണല്ലോ. ഞാനൊരു ജനപ്രതിനിധിയായിട്ട് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിലും അതോടൊപ്പം തന്നെ നിരവധി ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകളെ അറിയുന്ന ഒരാളെന്ന നിലയിലുമാണ് പറയുന്നത്. നമുക്കൊരു സാമാന്യ യുക്തിയില്ലേ ചേട്ടാ? യൂത്ത് കോൺഗ്രസിൻ്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾക്ക് കൊടുക്കും. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഇയാൾ എന്താണ് ഈ 8 ലക്ഷം രൂപയുടെ വീട് എന്ന് പറയുന്നത്? ഷമ്മി, രാഹുൽ മാങ്കൂട്ടം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. അപ്പോഴാണ് വയനാട്ടിൽ ഇപ്പോൾ സർക്കാർ വീടുകൾ വെച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നു. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അഴിമതി ആരോപണവുമായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വന്നിരിക്കുന്നത്. കാര്യം, സർക്കാർ നിർമ്മിച്ച് നൽകുന്ന വീടുകൾ 30 ലക്ഷം രൂപ വിലയിരുത്താൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എത്ര രൂപ വില വരും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് മറുപടിയില്ല. എന്നാൽ തങ്ങൾ വെച്ച് നൽകാൻ ഉദ്ദേശിക്കുന്ന വീടുകൾ 8 ലക്ഷം രൂപയുടെ വീടുകളാണ് യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടായി. കാര്യം, 8 ലക്ഷം രൂപയുടെ വീടുകൾ മതിയോ? ദുരന്തത്തിൽ പൂർണ്ണമായിട്ടും വീടുകൾ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ വീടുകൾ നിർമ്മിച്ച് നൽകിയാൽ മതിയോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിന് മറുപടിയില്ല. പക്ഷേ ഇത് 30 ലക്ഷത്തിന്റെ വീടുകളല്ല എന്ന് വിലയിരുത്തുന്ന ഏത് അടിസ്ഥാനത്തിലാണ്? താങ്കൾ ഒരു എഞ്ചിനീയർ ആണോ എന്നുള്ള ചോദ്യത്തിന് സാമാന്യ ബോധത്തിനും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിൽ വ്യാജമായ, അതായത് യാതൊരുവിധ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനൊരു അഴിമതി ആരോപണവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വീട് നിർമ്മാണം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടാനൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നത്. കാര്യം, ഇത്ര പെട്ടെന്ന് സ്ഥലമെടുത്ത് വീട് വെച്ച് നൽകാനായിട്ട് സർക്കാർ വരുമ്പോൾ അതിന് ഏതെങ്കിലും തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ആരോപണവുമായിട്ട് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വന്നിരിക്കുന്നത്.